വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലേണേഴ്സ് ബഡ്ഡി. നാം ഇപ്പോൾ പഠിക്കുവാൻ പോകുന്നത് NCERT സിലബസിലെ 4ാം ക്ലാസ്സിലെ പാപ്പ ജബ് ബച്ചേദേ എന്ന പാഠമാണ്. നമുക്ക് ഈ പാഠം ഒന്ന് പഠിക്കാം. പാപ്പ ജബ് ചോട്ടേദേ, പാപ്പ ചെറുതായിരിക്കുന്ന കാലഘട്ടത്തിൽ ചെറുതായിരിക്കുമ്പോഴേ तो उनसे अक्सर पूछा जाता था, അദ്ദേഹത്തോട് മിക്കവാറും ചോദിക്കുമായിരുന്നു. ബഡേ ഹോക്കർ തും ക്യാ ബന്നാ ചാഹത്തെ ഹോ, വലുതായി കഴിയുമ്പോൾ നിങ്ങൾ ആരാകാൻ ആഗ്രഹിക്കുന്നതെന്ന് ചോദിക്കും. ബഡേ ഹോക്കർ തും ക്യാ ബന്നാ ചാഹത്തെ ഹോ. പാപ്പ കെ പാസ്, അച്ഛൻ്റെ അടുക്കൽ ജവാബ് ഹമേശ തയ്യാർ ഹോത്ത. ജവാബ് മീൻസ് മറുപടി. ഹമേശ അല്ല എപ്പോഴും. ജവാബ് ഹമേശ തയ്യാർ ഹോത്ത, മറുപടി എപ്പോഴും തയ്യാറാണ്, റെഡി ആയിട്ടുള്ള മറുപടിയുണ്ട്. മഗർ ഉൻകാ ജവാബ് ഹർ ബാർ അലഗ് അലഗ് ഹോത്താ. മഗർ മീൻസ് എന്നാൽ ഉൻകാ ജവാബ്, അദ്ദേഹത്തിൻ്റെ മറുപടി ഹർ ബാർ അലഗ് അലഗ് ഹോത്താ, എപ്പോഴും എല്ലാ പ്രാവശ്യവും അലഗ് അലഗ് ഹോത്താ, വ്യത്യസ്തമായിരുന്നു. ശുരു ആദ്യമൊക്കെ ആദ്യമൊക്കെ പാപ്പ ചൗക്കീദാർ ബന്നാ ചാഹത്തേതേ. പാപ്പയ്ക്ക് അച്ഛന് വാച്ച്മാൻ ആകാനായിരുന്നു ഇഷ്ടം. വാച്ച്മാൻ മീൻസ് ഗാർഡ് ആകാനായിരുന്നു ഇഷ്ടം. ഉൻഹേം സോചന ബഹുത്ത് അച്ഛാ ലഗ്താ താ. അദ്ദേഹത്തിന് ഇത് ആലോചിക്കുന്നത് തന്നെ വളരെ രസമായിട്ട് തോന്നിയിരുന്നു, വളരെ നല്ലതായിട്ട് തോന്നിയിരുന്നു. ബഹുത്ത് അച്ഛാ ലഗ്താ താ കി ജബ് സാരാ ശഹർ സോത്താ ഹെ. കാരണം ഇതാണ്, ജബ് സാരാ ശഹർ സോത്താ ഹെ, പട്ടണമെല്ലാം ഉറങ്ങിയിരിക്കുമ്പോൾ. ചൗക്കീദാർ ജാഗ്താ ഹെ, ചൗക്കീദാർ അല്ലെങ്കിൽ വാച്ച്മാൻ ഉണർന്നിരിക്കും. ഉൻഹേം സോചന ഭി അച്ഛാ ലഗ്താ താ. ഇത് ആലോചിക്കുന്ന തന്നെ ശരിയായിട്ട് തോന്നിയിരുന്നു, നന്നായിട്ട് തോന്നിയിരുന്നു. കി ജബ് ഹർ കോയി സോയാ ഹുവാ ഹോ, എല്ലാവരും ഉറങ്ങിയിരിക്കുമ്പോൾ. ഹർ കോയി സോയാ ഹുവാ ഹോ, എല്ലാവരും ഉറങ്ങിയിരിക്കുമ്പം. വഹ് ഖൂബ് ശോർ മഹാ സക്ത ഹേ, ഇയാൾക്ക് ഈ ഗാർഡിന് നല്ലപോലെ ഒച്ച ഉണ്ടാക്കാൻ കഴിയും. വിളിച്ചു പോവുക, ആരോ വരുന്ന എല്ലാം സൂക്ഷിക്കണം എന്നൊക്കെ വിളിച്ചു പറയാം ഇല്ലേ. അതുകൊണ്ട് എല്ലാവരും ഉറങ്ങിയിരിക്കുമ്പോൾ വാച്ച്മാൻ ഇങ്ങനെ വഴി കിടന്ന് ഒച്ചത്തിൽ വിളിച്ചു പോവുക. അത് ഓർക്കുമ്പോഴും രസമായി. ഉൻഹേം പക്കാ യകീന്ത, തീർച്ചയായും വിശ്വാസം ഉണ്ടായിരുന്നു. താക്കി ബഡേ ഹോക്കർ, വലുതായി കഴിയുമ്പം വഹ് ചൗക്കീദാർ ഹീ ബനേങ്കി, വലുതായി കഴിയുമ്പം ചൗക്കീദാർ തന്നെയാകുമെന്നൊരു വിശ്വാസം ഉണ്ടായിരുന്നു. ലേക്കിൻ എന്നാൽ എന്നാണ്. ഏക് ദിൻ അപ്പനെ ചടക്താർ ഠേലെ കോ ലിയേ ഐസ്ക്രീം വാല ആകയ. എന്നാൽ ഒരു ദിവസം ഉണ്ടല്ലോ, ഏക് ദിൻ അപ്പനെ ചടക്താർ ഹരേ ഡേലെ കോ ലിയേ, തൻ്റെ ചടക്താർ മീൻസ് നല്ല മിന്നത്തിളങ്ങുന്ന, നല്ല തിളങ്ങുന്ന, ഹരേ ഡേലെ കോ ലിയേ പച്ച ഉന്തുവണ്ടി കൊണ്ടുവന്നു. ആരാ വന്നത്? ഐസ്ക്രീം വാല ആകയ, ഐസ്ക്രീം വിൽപ്പനക്കാരൻ വന്നു. ഒരു ഉന്തുവണ്ടിയല്ല, ഡേല മീൻസ് ഉന്തുവണ്ടി, ചടക് ബാർ മീൻസ് തിളങ്ങുന്ന. അപ്പോൾ തിളങ്ങുന്ന ഒരു ഉന്തുവണ്ടിയും തള്ളിക്കൊണ്ട് ഐസ്ക്രീംകാരൻ വന്നു. ഫൈവാഹ, എന്തൊരു രസം അല്ലേ, ഫൈവാ. പാപ്പ ഐസ്ക്രീം വാല ബനേങ്കെ. അപ്പം തോന്നി ഇനി ഐസ്ക്രീം വാല അങ്ങ് ആയേക്കാം, ഐസ്ക്രീംകാരനായേക്കാം വലുതാകുമ്പോഴേ. ഓ ഡേലേക്കോ ലേക്കർ ധൂം ബി സക്ത ഹേ. അപ്പോൾ എന്ത് ചെയ്യാം, ഉന്തുവണ്ടിയായിട്ട് എല്ലായിടത്തും ചുറ്റിക്കറങ്ങാം, ധൂമിനാ ചുറ്റിക്കറങ്ങാം. ഠേലേക്കോ ലേക്കർ, ഈ പറയുന്ന ഉന്തുവണ്ടിയായിട്ട് ധൂം ഭീ സക്തേ ഹേ, ചുറ്റിക്കറങ്ങാമല്ലോ. അവർ ജിത്തനാ മൻ ചാഹേ, അല്ലെ മനസ്സ് എത്രമാത്രം ആഗ്രഹിക്കുന്നു. അതുകൂടാതെ ഇതാണ് ജിത്തനാ മൻ ചാഹേ, മനസ്സ് ആഗ്രഹിക്കുന്നത് പോലെ. ഉത്തനെ ഐസ്ക്രീം ഭീ ഗാ സക്തേ ഹേ, അത്രയും ഐസ്ക്രീമും തിന്നാം. പിള്ളേർക്കാകുമ്പോൾ ഐസ്ക്രീമിനോട് വലിയ ഇഷ്ടമല്ലേ. അപ്പോൾ പയ്യനോർത്തത് ഉന്തുവണ്ടി നല്ലകൊണ്ട് എല്ലായിടത്തും നടക്കാം, കൂടാതെ ഇഷ്ടം പോലെ ഐസ്ക്രീം കഴിക്കുകയും ചെയ്യാം. പാപ്പാനെ സോച്ച, പാപ്പ വിചാരിച്ചു, മേ ഏക്ക് ഐസ്ക്രീം ബേച്ചൂങ്ക തോ ഏക്ക് ഖുദ് ഖാവൂങ്ക. ഒരെണ്ണം ഞാൻ വിൽക്കും, ആ കൂട്ടത്തിൽ ഒരെണ്ണം അങ്ങ് തിന്നും ഇല്ലേ. ഒരു ഐസ്ക്രീം ഞാൻ വിൽക്കുമ്പോൾ ഒരു ഐസ്ക്രീം കഴിക്കുകയും ചെയ്യും. ചോട്ടെ ബച്ചോം കൊത്തോ മെ മുഫ്ത് ഫ്രീ ഐസ്ക്രീം ദിയാ കരൂങ്ക. കൊച്ചു കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ ഞാൻ ഫ്രീ ആയിട്ടങ്ങ് കൊടുക്കും ഐസ്ക്രീം അല്ലേ.
മുഫ്ത് മീൻസ് ഫ്രീ. മുഫ്ത് മേ ഐസ്ക്രീം ദിയാ കരൂങ്ക, കൊച്ചുകുട്ടികൾക്ക് ഞാൻ ഐസ്ക്രീം ഫ്രീ ആയിട്ട് നൽകുമല്ലോ എന്നാ പറഞ്ഞത്. ജബ് പാപ്പാക്കെ മാതാപിതാനെ യഹ് സുന കി, പാപ്പായുടെ അച്ഛനും അമ്മയും ഇത് കേട്ടപ്പോൾ എന്താ കേട്ടത്? വോ ഐസ്ക്രീം ബേച്ചനെ വാല ബന്ന ചാഹത്തെ ഹേ, വലുതാകുമ്പം ഐസ്ക്രീം വാല ആകുമെന്നുള്ള ആഗ്രഹം കേട്ടപ്പോൾ തോ ഉൻകെ ബഹത്ത് ഹൈരാനി ഹുവി, അവർക്കാണെങ്കിൽ വലിയ അതിശയം തോന്നി. വേറെ ഒന്നും ആകാൻ കാണുന്നില്ല, ഐസ്ക്രീം വാല ആകണ്ടവന് എന്നവർ മനസ്സിൽ വിചാരിച്ചു കാണും. അവർക്കങ്ങ് അതിശയം തോന്നി. ഉൻകെ ഏഹ് ബാത്ത് ബഹത്ത് മസേദാർ ലഹി, അവർക്കിത് ഭയങ്കര തമാശയായിട്ട് തോന്നി. മസേദാർ മീൻസ് ഫണ്ണി, വലിയ തമാശയായിട്ട് തോന്നി. അവർ വേ ഖൂബ് ഹസ്സേ, അവർ നല്ലപോലെ ചിരിച്ചു. ലേക്കിൻ പാപ്പ ഇസി ബാത്ത് പർ അടേ രഹേ, കേട്ടോണ്ട് നിൽക്കുന്ന മകന് ചിരിക്കുന്ന കണ്ടപ്പം ചില വാശി തോന്നിക്കാണും. എന്നാൽ പാപ്പ ഇസി ബാത്ത് പർ അടേ രഹേ, ഈ കാര്യത്തിൽ അവൻ അങ്ങ് ഉറച്ചു നിന്നു. കീ വഹ് യഹി കാം കരേങ്കേ, ഞാൻ ഈ ജോലി തന്നെ ചെയ്യുമെന്ന് അങ്ങ് ഉറച്ചു. ഫിർ ഏക് ദിൻ, പിന്നെ ഒരു ദിവസം റെയിൽവേ സ്റ്റേഷൻ പർ പാപ്പാനെ ഏക് അജീബ് ആദ്മി കോ ദേഖ, റെയിൽവേ സ്റ്റേഷനിൽ ചെന്നപ്പോൾ ഒരു വിചിത്ര മനുഷ്യനെ കണ്ടു. അതാരാ ഈ വിചിത്ര മനുഷ്യൻ നോക്കാം. യഹ് ആദ്മി ഇഞ്ചനം ഓർ ഡിബോം സേ ഖേൽ രഹാ ഥാ, ഇയാൾ വിചിത്രമായ ജോലി ചെയ്യുന്നുണ്ട് അങ്ങനെ തോന്നിയത്. യഹ് ആദ്മി, ഈ മനുഷ്യൻ ഇഞ്ചിനോം ഓർ ഡിബോം സേ ഖേൽ രഹാ ഥാ, അദ്ദേഹം ഇഞ്ചനുമായിട്ടും പിന്നെ ബോഗിയായിട്ടൊക്കെയാണ് കളിക്കുന്നത്. വെറും വലിയ വണ്ടിയല്ലേ. റെയിൽവേ സ്റ്റേഷനിൽ ചെല്ലുമ്പോൾ അവിടെ കാണുന്നത് റെയിൽവേ എഞ്ചിൻ കിടപ്പുണ്ട്, ട്രെയിനിൻ്റെ എഞ്ചിൻ കിടപ്പുണ്ട്, അതിൻ്റെ ബോഗികളൊക്കെ കിടപ്പുണ്ട്. അതുമായിട്ടാണ് അയാൾ കളി. ഇഞ്ചനോം ഓർ ഡിബോം സേ ഖേൽ രഹാ ഥാ, അയാൾ ഈ ഇഞ്ചനും ഈ ബോഗിയായിട്ടൊക്കെ ഇട്ട് കളിച്ചുകൊണ്ടിരിക്കുക. ലേക്കിൻ യഹ് ഡിബേ, എന്നാൽ ഈ ബോഗികൾ അവർ ഈ എഞ്ചിനും ഖിലൗനെ നഹി, കളിപ്പാട്ടമല്ല, അത് കളിപ്പാട്ടമല്ല, ഖിലൗനെ എന്ന കളിപ്പാട്ടം, ബൽക്കി അസലീതേ, എന്നാലോ പകരം നല്ല ഒറിജിനൽ സാധനം ഇട്ടാണ് അവർ കളിക്കുന്നത്. ഒറിജിനലായിരിക്കുന്ന ബോഗിയും ഒറിജിനലായിരിക്കുന്ന റെയിൽവേ എഞ്ചിനുമാണ് അസലി, ശരിക്കും അസലായിട്ടുള്ളത്. കഭി വഹ് പ്ലാറ്റ്ഫോം പർ ഉച്ഛൽ കർ ആ ജാത്ത, ഇടയ്ക്ക് ഇങ്ങോട്ട് ചാടി കയറി പ്ലാറ്റ്ഫോമിൽ വരും. തോ കഭി ഡിബോം കെ നീച്ചെ ചൽ ജാത്ത, പിന്നെ നോക്കുമ്പോഴുണ്ടോ പുള്ളി അടിയിൽ കൂടെ കയറിപ്പോണ്. ഏതിനിടയിൽ കൂടിയാണ്? ബോഗിയുടെ അടിയിൽ കൂടെ നൂഴ്ന്ന് കയറിപ്പോവും. നീച്ചെ മീൻസ് അടിയിലൂടെ, ചലാ ജാത്ത അടിയിലൂടെ കടന്നു പോകും. ഏഹ് കോയി ബഹത്ത് അജീബ് ഔർ മസേദാർ ഖേൽ ഖേൽ രഹാ, അപ്പോൾ പയ്യന് തോന്നിയ എന്താണ്? ഇത് ബഹത്ത് അജീബ്, വളരെ വിചിത്രവും അതുപോലെ തന്നെ ഫണ്ണിയാണ്. മസേദാർ മീൻസ് ഫണ്ണി ഖേൽ ഖേൽ രഹാ ഥാ, ഓ ഇദ്ദേഹം കളിക്കുന്ന കളി കണ്ടില്ലേ, നല്ല രസമുള്ള കളിയാണെന്ന് കുട്ടി വിചാരിച്ചു. പാപ്പാനെ പൂച്ച, പാപ്പ ചോദിച്ചു, യഹ് കോൻ ഹേ, ഇതാരാണ് എന്ന് ചോദിച്ചു. ഉൻഹേ ബതായ ഗയാ യഹ് ഷണ്ടിങ് കർണേ വാലാ ഹേ, അദ്ദേഹത്തോട് ആരോ പറഞ്ഞു, അമ്മയാണോ അച്ഛനാണോ അവരാരോ പറഞ്ഞു, യഹ് ഷണ്ടിങ് കർണേ വാലാ ഹേ, ഇത് ഷണ്ടിങ് ചെയ്യുന്ന ആളാണ്. ഷണ്ടിങ് കിസേ കഹത്തെ ഹേ, എന്താ ഈ ഷണ്ടിങ് എന്ന് പറഞ്ഞാൽ എന്തിനാണ് ഷണ്ടിങ് എന്ന് പറയുന്നത്? പാപ്പാനെ പൂച്ച, പാപ്പ ചോദിച്ചു, അപ്പോൾ ഈ ഷണ്ടിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ജബ് റെയിൽഗാഡി അപ്പനി യാത്ര പൂരി കർ ലേത്തി ഹേ, എപ്പോഴാണോ തീവണ്ടി യാത്ര അവസാനിപ്പിച്ച് വരുമ്പോൾ, तो उसे अगली यात्रा के लिए तैयार करना होता है, അപ്പം അടുത്ത യാത്രയ്ക്ക് വേണ്ടി ഇതിനെ തയ്യാറാക്കണം. റെയിൽഗാഡിക്ക് സാഫ് സഫായിക്ക് ജാത്തെ ഹെ, വണ്ടി ഒന്ന് വൃത്തിയാക്കും, തൂത്ത് വൃത്തിയാക്കും, വെള്ളം ഒഴിച്ച് കഴുകുമൊക്കെ വേണം ചിലപ്പോഴും അല്ലേ. അപ്പോൾ തീരെ വൃത്തികേടായിരിക്കുന്ന സമയത്ത് ഒരു വെള്ളം ഒഴിച്ചൊക്കെ ചിരിച്ച് കഴുകും, കൂടാതെ അവരെപ്പോഴും തൂത്തൊക്കെ വൃത്തിയാക്കും അവിടെ കൊണ്ടുവന്നിട്ട്. റെയിൽഗാഡിക്ക് സാഫ് സഫായി കീ ജാതി ഹേ, വണ്ടി വൃത്തിയാക്കണം. ഇഞ്ചൻ കോ ഘുമാക്കർ ഇഞ്ചൻ പാനി ഭരാ ജാത്ത ഹേ, ഇഞ്ചൻ വലിച്ചുകൊണ്ട് പോവും. ഘുമാക്കർ ഇഞ്ചൻ പാനി ഇന്ധൻ പാനി ഭരാ ജാത്ത ഹേ, ഇന്ധനം നിറയ്ക്കും. എന്താ ഇന്ധനം? ഡീസൽ, ഇന്ധനം നിറയ്ക്കും. അതുപോലെ വെള്ളവും വേണം. പാനി ഭര ജാത്ത ഹേ, ഇസേ ഷണ്ടിങ് കഹത്തെ ഹേ, ഇതിനെയാണ് ഷണ്ടിങ് എന്ന് പറയുന്നത്. പാപ്പാക്കോ ബതായ ഗയ, പാപ്പയോട് പറഞ്ഞു, ആരോ പറഞ്ഞു കൊടുത്തു. അപ്പോൾ എന്താണ് ഷണ്ടിങ് എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ? ഷണ്ടിങ് മീൻസ്
ജബ് റെയിൽഗാഡി അപ്പനെ യാത്രാ പൂരി കർ ലേത്തി ഹേ, തീവണ്ടി ഒരു യാത്ര കഴിഞ്ഞ് വരുമ്പോൾ ഉസെ അഗലി യാത്രയ്ക്ക് ലിയെ തയ്യാർ കർണ ഹോത്താ ഹേ, അതിനെ വേറൊരു യാത്രയ്ക്ക് വേണ്ടി തയ്യാറാക്കണം. റെയിൽഗാഡിക്ക് സാഫ് സഫായി കി ജാത്തി ഹേ, വണ്ടി നല്ലപോലെ വൃത്തിയാക്കും. ഇഞ്ചനാങ്കെ ഘുമാക്കർ ഇഞ്ചൻ പാനി ഭരാ ജാത്ത ഹേ, ഇഞ്ചൻ വലിച്ചുകൊണ്ട് പോയിട്ട് അതിൽ ഇന്ധനം നിറയ്ക്കും, വെള്ളമൊക്കെ നിറയ്ക്കും. ഈ ഷണ്ടിങ് അകത്തെ ഇതിനെയാണ് ഷണ്ടിങ് എന്ന് പറയുന്നത്. പാപ്പാക്കോ ബദായാകെ, പാപ്പയോട് അങ്ങനെ അവർ പറഞ്ഞ് മനസ്സിലാക്കി. ബസ് പാപ്പാക്കോ പതാ ചൽ ഗയാ കി വഹ് ക്യാ ബനേങ്കെ, ഇപ്പം മനസ്സിലായി താൻ ആരാകുമെന്ന്. ബസ് മതി, പാപ്പാക്കോ പതാ ചൽ ഗയാ കി വഹ് ക്യാ ബനേങ്ക, ഇപ്പം മനസ്സിലായി താൻ ഇനി വലുതാകുമ്പോൾ ആരാകും എന്നുള്ള കാര്യം ഇപ്പോഴാണ് പയ്യന് മനസ്സിലായത്. വഹത്തോ റെയിൽഗാഡിക്ക് ഡിബ്ബോം കി ഷണ്ടിങ് കരയുക, രസമുള്ള പണിയാന്ന് തോന്നിയുണ്ട്. പറ്റി ഞാൻ വലുതായി കഴിയുമ്പോൾ ഷണ്ടിങ്കാരനാകുമെന്നങ്ങ് പറഞ്ഞു. അങ്ങനെ മനസ്സിൽ കരുതി. इससे भी ज़्यादा मज़ेदार और क्या हो सकता है, इससे भी ഇതിനെ കഴിഞ്ഞും ഫണ്ണിയായിരിക്കുന്നത് എന്താണുള്ളത്, അത്ര രസമുള്ള കളികളായത് അതല്ലേ. जाहिर है कि कुछ भी नहीं. जब पापा ने कहा कि वह शंडिंग करने वाला बनेंगे, तो താൻ ഷണ്ടിങ് करने वाले ആകുകയാണെങ്കിൽ किसी ने उनसे पूछा, ആണെന്ന് പറഞ്ഞപ്പോൾ ആരോ ഇദ്ദേഹത്തോട് ചോദിച്ചു, മഗർ തും തോ കഹത്തേ ഥേക്ക്, നിങ്ങളിങ്ങനെ പറയുന്നുണ്ടല്ലോ, മഗർ തും तो कहते थे कि तुम आइसक्रीम बेचने का काम करेगा, നീ ഐസ്ക്രീം കാരനാകുമെന്നാണല്ലോ പറയുന്നത്. അപ്പോൾ ഐസ്ക്രീം ബേച്ചനേക്ക് കാം ക്യാ ഹോഗ, ഇങ്ങനെ ഈ റെയിൽവേ എഞ്ചിൻ കൂട്ടി ഇതൊക്കെ വൃത്തിയാക്കുന്ന ഷണ്ടിങ്ങാരനായി പോയാലേ ഈ ഐസ്ക്രീം ആരാ കച്ചവടം ചെയ്യുന്നത് എന്നാരോ ചോദിച്ചു. യഹ് സച്ച് മച്ച് സമസ്യാധി, ഇതൊരു പ്രശ്നം തന്നെയാണ്, അതൊരു പ്രോബ്ലമാണ്. യഹ് സച്ച് മച്ച് തികച്ചും സമസ്യാധി, പ്രശ്നമാണ്. പാപ്പാനെ ഷണ്ടിങ് കർണേ വാല ബന്നേക്ക് സോച്ച് ലീതി, പാപ്പ ഷണ്ടിങ് കർണേ വാല ആകാനായിട്ട് ആലോചിച്ച് വരികയാണ്. മഗർ ഐസ്ക്രീം ബേച്ചനേക്ക ചടക്ദാർ ഹര ഢേലാഫി വഹ് നഹീം ഗവാന ചാഹത്തേ, എന്നാൽ ഐസ്ക്രീം ബേച്ചനേക്ക ഐസ്ക്രീം വിൽക്കാനുള്ള ചടക്ദാർ ഹര ഡേല, നല്ല തിളക്കമാർന്ന പച്ച ഉന്തുവണ്ടി, ഫി വഹ് നഹീം ഗവാന ചാഹത്തേ, അതിനെ ഉപേക്ഷിക്കാൻ പുള്ളിക്ക് മനസ്സില്ല. കാരണം നല്ല തിളക്കമുള്ള പച്ചവണ്ടിയല്ലേ, അതെങ്ങനെ ഉപേക്ഷിക്കുന്നതെന്ന് കുട്ടിക്ക് തോന്നിക്കണം. ആഖിർ ഉൻഹോനെ രാസ്ത നികാൽതി ലിയ, അവസാനം ഒരു വഴി കണ്ടുപിടിച്ചു. എന്താണ്? പാപ്പാനെ ജവാബ് ദിയ, പാപ്പ മറുപടി പറഞ്ഞു, മേ ഷണ്ടിങ് കർണേ വാല അവർ ഐസ്ക്രീം ബേച്ചനെ വാല ദോനം ബനുക, ഞാൻ ഐസ്ക്രീം ബേച്ചനെ വാലയാകും, അതുപോലെ ഷണ്ടിങ് കർണേ വാലയാകും, രണ്ടും കൂടി ആക്കളെ എന്ന് പറഞ്ഞു. ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.